നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൻ്റെ ആൻഡ്രോയിഡ് വെർഷൻ നമുക്ക് ഇഷ്ടമുള്ള വെർഷനിലേക്ക് ആക്കാൻ സാധിക്കും. ഇതെങ്ങനെയെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. വീഡിയോ അവസാനം വരെ കണ്ട് മനസ്സിലാക്കുക. ആൻഡ്രോയിഡ് വെർഷൻ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഒരു കസ്റ്റം റിക്കവറി നമ്മുടെ ഫോണിൽ ഫ്ലാഷ് ചെയ്തിരിക്കണം. കസ്റ്റം റിക്കവറി ഫ്ലാഷ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ്. ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇനി ഒരു കസ്റ്റം റോമും നമ്മുടെ മൊബൈലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കസ്റ്റം റോം ഇൻസ്റ്റാൾ ചെയ്യാനായി XDA ഡെവലപ്പേഴ്സ് കസ്റ്റം റോമിൻ്റെ സിപ്പ് ഫയൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. XDA ഡെവലപ്പേഴ്സ് എന്നത് വളരെ ട്രസ്റ്റഡ് ആയുള്ളൊരു വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് നമ്മുടെ ഫോണിൻ്റെ പേര് സെർച്ച് ചെയ്യണം. സെർച്ച് ചെയ്യുമ്പോൾ ആൻഡ്രോയിഡ് ഡെവലപ്മെൻറ്റ് എന്ന ഭാഗത്ത് കസ്റ്റം റോമിൻ്റെ സിപ്പ് ഫയൽ ലഭിക്കുന്നതാണ്. ഈ സിപ്പ് ഫയൽ നമ്മുടെ മൊബൈലിൻ്റെ മെമ്മറി കാർഡിലേക്ക് സേവ് ചെയ്യണം. 1 GB മുകളിലുള്ള ഒരു ഫയലായിരിക്കും ഇത്. മറ്റുള്ളവർ ഈ റോം ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ റിവ്യൂ നോക്കി മാത്രം ഇത് നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. റോം സ്റ്റേബിൾ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യണം. അടുത്തതായി OpenGApps.org എന്ന സൈറ്റിൽ പോയി ഗൂഗിൾ ആപ്സിൻ്റെ സിപ്പ് ഫയൽ ഇൻസ്റ്റാൾ ചെയ്യണം. ഞാനിവിടെ എൻ്റെ റോമിന് ആവശ്യമായ പ്ലാറ്റ്ഫോം ARM എന്നും ആൻഡ്രോയിഡ് 7.1 വേരിയൻറ്റ് PICO എന്ന് സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെയുള്ള ഡൗൺലോഡ് ഐക്കണിൽ അമർത്തി ഇത് ഡൗൺലോഡ് ചെയ്യുകയാണ്. ഇനി നമ്മുടെ ഫോൺ പവർ ഓഫ് ചെയ്യണം. ഇനി ഫോണിൻ്റെ പവർ ബട്ടണും വോളിയം കൂട്ടാനുള്ള ബട്ടണും ഹോം ബട്ടൺ ഉണ്ടെങ്കിൽ ഹോം ബട്ടണും ഒരുമിച്ച് പ്രസ് ചെയ്യുക. ഇവിടെ TWRP റിക്കവറി പ്രൊജക്റ്റ് ഓപ്പൺ ആയി വന്നിരിക്കുന്നു. ഇനി ഇവിടെയുള്ള വൈപ്പ് എന്നത് സെലക്ട് ചെയ്യുക. ശേഷം സ്വൈപ്പ് ടു ഫാക്ടറി റീസെറ്റ് എന്നുള്ളതിൽ സ്വൈപ്പ് ചെയ്ത് ഫോൺ ഫാക്ടറി റീസെറ്റ് ചെയ്യുക. ഇത് സക്സസ്ഫുൾ ആയതിനു ശേഷം വീണ്ടും വൈപ്പ് എന്ന ഓപ്ഷനിൽ അഡ്വാൻസ്ഡ് വൈപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇവിടെ നിന്ന് ഡാൽവിക് ആർട്ടി കേഷ്, സിസ്റ്റം കേഷ് എന്നുള്ള 3 ഓപ്ഷനുകൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് സ്വൈപ്പ് ടു വൈപ്പ് എന്നത് കൊടുക്കുക. ഇതും സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ വീണ്ടും ഹോം പേജിലേക്ക് വരണം. എന്നിട്ട് ആദ്യത്തെ ഓപ്ഷനായ ഇൻസ്റ്റാൾ എന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ നിന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത കസ്റ്റം റോമിൻ്റെ സിപ്പ് ഫയൽ വൈപ്പ് ചെയ്യണം. അതിനായി ഇവിടെ സ്വൈപ്പ് ചെയ്ത് കൺഫേം ചെയ്യുക. സക്സസ്ഫുൾ ആയതിനു ശേഷം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത GApps-ന്റെ സിപ്പ് ഫയൽ കസ്റ്റം റോമിനെ പോലെ തന്നെ വൈപ്പ് ചെയ്യണം. അതിനായി വീണ്ടും സ്വൈപ്പ് ടു കൺഫേം ഫ്ലാഷ് എന്നതെടുത്ത് സ്വൈപ്പ് ചെയ്യുക. ഇത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. ഇനി റീബൂട്ട് സിസ്റ്റം എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇവിടെ ഗൂഗിൾ പിക്സൽ ഫോണിൻ്റെ അതേപോലെയുള്ള ബൂട്ട് ആനിമേഷനാണ് വന്നിരിക്കുന്നത്. ആദ്യത്തെ ബൂട്ടിന് ഒരു 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെയെങ്കിലും സമയമെടുക്കും. ഇവിടെ ആദ്യം നമ്മൾ ഫോൺ കിട്ടുമ്പോൾ ചെയ്യാനുള്ളത് പോലെയുള്ള കുറച്ച് സെറ്റപ്പുകൾ ചെയ്യാനുണ്ട്. ഇവിടെ നമ്മുടെ വൈഫൈ കണക്ഷൻ ചെക്ക് ചെയ്യുക, നമ്മുടെ പേര്, അതുപോലുള്ള പല കാര്യങ്ങളും ഇതിൽ ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം ഫിൽ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഫോൺ ഓപ്പണായി വന്നിരിക്കുന്നു. ഇവിടെ ഗൂഗിൾ പിക്സലിൻ്റെ അതേപോലെയുള്ള ഡ്രോയറും മറ്റും എല്ലാം ഗൂഗിൾ പിക്സലിൻ്റെ പോലെ ആയിരിക്കുന്നു. ഇവിടെ ആൻഡ്രോയിഡ് വെർഷനും ആൻഡ്രോയിഡ് 7.1 ആൻഡ്രോയിഡ് നെഗറ്റിലാണ് ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇത് ഉപകാരപ്രദമായി എങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ. ഇതുപോലുള്ള ടെക് വീഡിയോസ് ഇനിയും ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്.